മരം കൊച്ചുന്ന തണുപ്പുള്ള മഞ്ഞു പൊഴിയുന്ന ബേത്ലഹേമിൽ സ്നേഹം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന രാജാതിരാജനായ ദേവകുമാരന്റെ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരം. ഈ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഗസ്റ്റസ് സീസന്റെ ഭരണവർഷം ഹെറോദോസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബേത്ലഹേമിൽ ഉണ്ണീശു ജനിക്കുന്നത്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം, എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെക്കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഞാനിതാ യാത്രയായി.
വയ്യ ജോസഫ്. ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, ജോസഫ്, എനിക്ക് വയ്യ. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഓ, നിങ്ങളോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുറികളൊന്നും ഇല്ലെന്ന്? ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ സത്രങ്ങളെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നേരത്ത് നിങ്ങൾ പുതിയ മുറികൾ അന്വേഷിക്കുന്നതോ ദൂരെ യാത്ര ചെയ്യുന്നതോ ഉചിതമല്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ അതൊരു മുറിയല്ല. താങ്കൾ അത് കാണുന്നില്ലേ? അവിടെ കാലിത്തൊഴുത്താണ്. തൽക്കാലം നിങ്ങളത് ഉപയോഗിച്ചുകൊള്ളൂ. വരൂ വരൂ, ഞാൻ കാണിച്ചു തരാം. വാ. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി കാലിത്തൊഴുത്തിൽ കണ്ടു. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ
കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമൽ ഉണ്ണിപിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽകിഴി തൂകി മണ്ണിൽ കോരിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയാ. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാൻ പലതാരിൽ നിലച്ചിരുന്നു. ചൊരിഞ്ഞു കണ്ണു ആമോദത്തിൻ ഗീതം പാടി സ്തുതിച്ചു. യേശു പിറന്നു, യേശു പിറന്നു, പുൽക്കൂട്ടിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. യേശു പിറന്നു, യേശു പിറന്നു, പുൽക്കൂട്ടിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. യേശു വന്നല്ലേ, യേശു പിറന്നില്ലേ, പുൽക്കൂട്ടിൽ പിറന്നേ അടിപൊളിയല്ലേ. പാപ്പാ വന്നല്ലേ, ഏതുമായി വന്നല്ലേ, തുള്ളിച്ചാടി വന്നല്ലേ അടിപൊളിയല്ലേ. യേശു പിറന്നു, യേശു പിറന്നു, പുൽക്കൂട്ടിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. യേശു പിറന്നു, യേശു പിറന്നു, പുൽക്കൂട്ടിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. യേശു വന്നല്ലേ, യേശു പിറന്നില്ലേ, പുൽക്കൂട്ടിൽ പിറന്നേ അടിപൊളിയല്ലേ. പാപ്പാ വന്നല്ലേ, ഏതുമായി വന്നല്ലേ, തുള്ളിച്ചാടി വന്നല്ലേ അടിപൊളിയല്ലേ. Merry